അതിർത്തിയിൽ ഷെല്ലിംഗ് രൂക്ഷമായി തുടരുകയാണ്. ഇനി അത് കാര്യമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. അതായത് ഇടക്കാലത്തൊന്നും നിർത്തിവെച്ചിരുന്നതായിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? അതിർത്തിയിലെ ഷെല്ലിങ് ഒരു പുതിയ കാര്യമല്ല, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർഡാണ് എല്ലാ പ്രാവശ്യവും. പക്ഷെ പാകിസ്ഥാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം കാണിച്ചു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അമേരിക്കയുടെ വാക്ക് കേട്ടിട്ട് ഉക്രൈന് വേണ്ടിയിട്ട് അവരുടെ 155 ഹോവിറ്റ്സർ തോക്കുകളുടെ ഷെല്ലുകൾ ഉക്രൈന് മറിച്ചു വിറ്റു. പാകിസ്ഥാൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ ഷെല്ലിങ് ഒരു പരിധിയിൽ കൂടുതൽ തുടരാൻ നിലവിലത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന് പറ്റില്ല. പക്ഷേ ഓർഡിനൻസ് ഫാക്ടറികൾ ഓവർ ടൈം വർക്ക് ചെയ്യുകയും അങ്ങനെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് 4 ദിവസത്തേക്കുള്ള വെടിക്കോപ്പുകളെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളൂ.